ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെ ഒരു വാദം കൂടി ഇപ്പോൾ പൊളിയാണ് ഈ റിപ്പോർട്ട് പുറത്തുവരും. കാരണം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇപ്പോഴത്തെ ബോർഡ് നേതൃത്വവും സംശയ നിഴലിൽ തന്നെയാണ്. 2024 തന്നെ ചെന്നൈയിൽ അയക്കാൻ ഈ പാളികൾ ചെന്നൈയിൽ അയക്കാൻ ദേവസ്വം ബോർഡ് യോഗം തീരുമാനിച്ചിരുന്നു. 2024 നവംബർ 1 ആ തീരുമാനം. പ്രശാന്ത് അദ്ദേഹം ഈ വിവാദങ്ങൾ കൊടുമ്പിരി കൊണ്ടപ്പോൾ PS പ്രശാന്തിന്റെ പ്രതികരണങ്ങൾ എല്ലാവരുടെയും മുമ്പിലുള്ളതാണ്. ഞങ്ങൾക്ക് ഇതിലൊരു പങ്കുമില്ല, ഇത് നേരത്തെ നടന്നതാണ്, പോറ്റിയെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ ഉണ്ടായില്ല എന്നൊരു പെശകാണ്, എല്ലാം അന്വേഷണത്തിൽ കണ്ടെത്തട്ടെ എന്നൊക്കെയാണ്. പക്ഷേ കഴിഞ്ഞ വർഷം ഇതിനുള്ളൊരു ശ്രമം അവിടെ നടന്നു എന്നത് അപ്പോൾ പോറ്റിയെ ഇവർക്കറിയാമെന്നത് വ്യക്തമാണ്. പിന്നെ എങ്ങനെയാണ് ഇവർ ഈ ഒഴിഞ്ഞു മാറുന്നത്? പോറ്റിയുടെ പിടിപാട് അത് ഒരു ബോർഡിൽ ഒതുങ്ങുന്നതല്ല, മാറി മാറി വന്ന ബോർഡുകളിലെല്ലാം ഉണ്ട് പോറ്റിക്ക് പിടി. ഈ 2024 നവംബർ 1 എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഭരണസമിതി PS പ്രശാന്ത് പ്രസിഡന്റായ ഭരണസമിതി തന്നെയാണ്. അന്നും ഈ സ്മാർട്ട് ക്രിയേഷനിൽ അയച്ച് തന്നെ ഈ ദ്വാരപാലക ശില്പത്തിൻ്റെ പാളി വീണ്ടും സ്വർണ്ണം പൂശാം എന്ന തീരുമാനം എടുത്തിരുന്നു. പക്ഷേ സമയപരിമിതി, ഈ മണ്ഡലകാലം തുടങ്ങാൻ വളരെ 10-15 ദിവസം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അന്ന് ആ തീരുമാനം നടന്നില്ല. പിന്നെ അതിനുശേഷം 2025 ഈ സെപ്റ്റംബർ മാസം 3-ാം തീയതിയാണ് ബോർഡ് ഉത്തരവിറക്കുന്നത്. ഏത് വീണ്ടും സ്വർണ്ണം പൂശുന്നതിന് വേണ്ടി, അറ്റകുറ്റപ്പണി നടത്തുന്നതിന് വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തിവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുക്കാനുള്ള തീരുമാനമെടുക്കുന്നത്. പക്ഷേ എന്തുകൊണ്ട് ബോർഡ് വീണ്ടും സ്മാർട്ട് ക്രിയേഷനിലേക്ക് പോയി എന്ന ചോദ്യത്തിന് ബോർഡ് പ്രസിഡന്റ്, ബോർഡ് നേതൃത്വം, ഇപ്പോഴത്തെ നേതൃത്വം ഉത്തരം പറയേണ്ടി വരും. അവിടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇവർക്ക് അറിയില്ല എന്ന വാദം പൊളിയുന്നത്. സ്മാർട്ട് ക്രിയേഷനിലേക്ക് ഇവർ എത്തിയത് എന്തുകൊണ്ട് എന്ന തുടങ്ങിയ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വരുന്നത്. കാരണം 2025 ഈ വർഷം ജൂലൈ മാസം 30-ാം തീയതി തിരുവാഭരണം കമ്മീഷണർ ഒരു കത്ത് നൽകുകയാണ്. ഈ കത്തിൽ പറയുന്നത് എന്താണ്? ഈ നിലവിലെ ഈ പാളിയിലെ സ്വർണം പൂശിയത് അത് നീക്കം ചെയ്ത് പ്രസ്തുത സ്വർണം ഉപയോഗിച്ച് വീണ്ടും സ്വർണം പൂശുന്നതിനുള്ള സാങ്കേതിക വിദ്യ സ്മാർട്ട് ക്രിയേഷനിലില്ല എന്ന് പറയുകയാണ്. അപ്പോൾ അവിടെ വെച്ച് ആ പദ്ധതി ഡ്രോപ്പ് ചെയ്യുന്നില്ല, പകരം അതിലേക്ക് പിന്നീട് പോവുകയാണ്. അപ്പോൾ ഈ വിവരം അറിഞ്ഞപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി വീണ്ടും വിളിക്കുന്നു. സ്മാർട്ട് ക്രിയേഷനിൽ 2019 പൂശിയിട്ടുണ്ട്, ഒരിക്കൽ സ്വർണ്ണമായിരുന്നത് പൂശിയിട്ടുണ്ട് എന്ന വാദമാണ്. കാരണം അവിടെ ചെമ്പ് എന്ന് പറഞ്ഞാണ് പൂശുന്നത്. അപ്പോൾ അവിടെ തന്നെ സാങ്കേതികമായി അവർക്ക് അടിതെറ്റി എന്നതാണ്. അതിനുശേഷം വീണ്ടും തിരുവാഭരണ കമ്മീഷണർ സ്മാർട്ട് ക്രിയേഷനിൽ വിളിക്കുന്നു. അതിനുശേഷമാണ് ഈ സ്വർണം പൂശൽ ഏൽപ്പിക്കുന്നത്. ഈ വർഷം സെപ്റ്റംബർ 3 ഇത് സ്വർണം പൂശാനുള്ള നടപടികളിലേക്കൊക്കെ നീങ്ങുന്നത്. അപ്പോഴും ഒരു കാര്യം, ഇദ്ദേഹം ഞാൻ തന്നെ 2019 പോലെ ഞാൻ തന്നെ ഈ സ്വർണ്ണപ്പാളി കൊണ്ടുപോകാം എന്ന് പറഞ്ഞപ്പോൾ അത് സമ്മതിക്കാത്ത ആരാണ്? തിരുവാഭരണ കമ്മീഷണറായ റെജിലാലാണ്. അപ്പോൾ ഇത്തവണയും 2019 പോലെ ഈ സ്വർണ്ണപ്പാളി അഴിച്ചുകൊണ്ടുപോയി അത് മറിച്ചു വിൽക്കാനും സ്വർണം അടിച്ചു മാറ്റാനുമുള്ള നീക്കം എല്ലാത്തിനും തടയിട്ടത് ഇപ്പോഴത്തെ തിരുവാഭരണ കമ്മീഷണറാണ്. അപ്പോൾ ആ ക്രെഡിറ്റ് തിരുവാഭരണ കമ്മീഷണർക്ക് മാത്രമുള്ളതാണ്. 2019 ബോർഡ് നേതൃത്വത്തിൻ്റെ അതേ പൊസിഷനിൽ തന്നെയാണ് ഇപ്പോഴത്തെ ബോർഡ് നേതൃത്വം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അന്നത്തെ തിരുവാഭരണ കമ്മീഷണർമാർ വീഴ്ച വരുത്തിയതാണ് 2019 ദ്വാരപാലക ശില്പത്തിൻ്റെ പാളി കവർച്ച ചെയ്യാൻ വേണ്ടിയുള്ള വഴിയൊരുക്കിയത്. ഇത്തവണ അത് തന്നെ സംഭവിച്ചേനെ ഇപ്പോഴത്തെ തിരുവാഭരണ കമ്മീഷണർ കൃത്യമായി ഇടപെട്ടില്ലെങ്കിൽ എന്ന കാര്യത്തിൽ ഇതിലൂടെ വ്യക്തമാണ്.